ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു ലാറ്റിൻ പ്രയോഗം, അത് തിയോളജിയിലുള്ള ഒരു പഠിക്കുമ്പോഴുള്ളൊരു കാര്യമാണ്. വെറുതെ ഒന്ന് കേൾക്കുകയെങ്കിലും ചെയ്യുക. എക്സ് ഓപ്പറെ ഓപ്പറാത്തോ, എക്സ് ഓപ്പറെ ഓപ്പറാത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദ വർക്ക് വർക്ക്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ അനുഗ്രഹമുണ്ട്. നമ്മുടെ യോഗ്യതയല്ല, പരിശുദ്ധ കുർബാനയുടെ യോഗ്യത, അതിൽ തന്നെ യോഗ്യതയുണ്ട്. അപ്പം ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, ഞാൻ പാപിയാണ്. ലോകത്ത് ജീവിക്കുന്ന എല്ലാവരും പാപികളാണ്, ഞാൻ പാപിയാണ്. അപ്പോൾ ഞാൻ പാപാവസ്ഥയിൽ, ഇനി ഗുരുതരമായ പാപമുണ്ടെങ്കിൽ ഞാൻ പാപാവസ്ഥയിൽ ബലിയർപ്പിച്ചാലും കുർബാനയിൽ ഒരു കുഴപ്പം പറ്റുകയില്ല. എൻ്റെ യോഗ്യതയിലാണ് കുർബാനയെങ്കിൽ അവിടെ ആ മിസ്റ്റേക്ക് വരും. അങ്ങനെയല്ല തിയറി. ഇനി അടുത്തൊരു വാക്ക്, യെസ് എക്സ് ഓപ്പറെ ഓപ്പറാന്തീസ്, എക്സ് ഓപ്പറെ ഓപ്പറാന്തീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നയാളുടെ യോഗ്യത. അങ്ങനെയല്ല. അതായത് കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ യോഗ്യത അനുസരിച്ചല്ല കുർബാനയുടെ അനുഗ്രഹം. കുർബാനയിൽ അനുഗ്രഹമുണ്ട്. അപ്പം എൻ്റെ യോഗ്യത കൊണ്ടാണ് കുർബാന ഭംഗിയായത്, അങ്ങനെയല്ല. കുർബാനയിലാണ് അനുഗ്രഹം. ഇനി നമുക്ക് യോഗ്യത ഇല്ലെങ്കിൽ നമ്മിലത് വന്നു ചേരില്ല. അതാണ് വ്യത്യാസം. നമ്മൾ സ്വീകരിക്കുന്നയാൾക്ക് യോഗ്യത ഉണ്ടാണ്. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പത്രോസിനെയും പറയുന്നുണ്ട്, യൂദാസ്കറിയത്തിനെയും പറയുന്നുണ്ട്. രണ്ടുപേർക്കും ഒരു അങ്ങനെ ഹിൻറ്റുകൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് രണ്ടുപേരെയും പഠിക്കാനുണ്ട്. രണ്ടുപേരുടെയും ജീവിതാവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ യൂദാസ് യോഗ്യതയില്ലാതെയാണ് കർത്താവിൻ്റെ അപ്പക്കഷണം സ്വീകരിച്ചത്. അതുകൊണ്ടാണ് യൂദാസിൽ സാത്താൻ പ്രവേശിച്ചത്. കൂദാശയിൽ അനുഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ വിശ്വാസമാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കൂദാശ കൊടുക്കുമ്പോൾ സ്വീകരിക്കുന്നയാൾക്കൊരു ഡിസ്പൊസിഷനുണ്ട്. ഡിസ്പൊസിഷൻ. ചില ആളുകൾ ചോദിക്കാറുണ്ട്, എനിക്ക് 1 തവണ കുർബാന സ്വീകരിക്കാവോ ഒരു ദിവസം? 2 തവണ 2 നിയോഗത്തിലാണെങ്കിൽ, ഇപ്പോൾ രാവിലെ പ്രഭാതത്തിൽ പള്ളിയിലച്ഛൻ്റെ വികാരിയച്ഛൻ്റെ നേതൃത്വത്തിലുള്ള കുർബാന കൂടി, പിന്നെ 10 മണിക്കൊരു മരണക്കുർബാന, ആത്മശാന്തിക്കായിട്ടുള്ള കുർബാന, അപ്പം അതിന് പോയിട്ട് കുർബാന സ്വീകരിച്ചു. അത് കുഴപ്പമില്ല എന്ന് സഭ പറയുന്നുണ്ട്. 3ാമതും സ്വീകരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ആരും വന്ന് നിങ്ങളെ ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ ഡിസ്പൊസിഷൻ നമ്മൾ നോക്കണം, നിലപാട്. ദൈവമേ, ഇത്രയും കുർബാന സ്വീകരിക്കുക എനിക്ക് യോഗ്യതയുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ആദ്യ കുർബാനയ്ക്ക് ഒരുക്കും, സ്ഥൈര്യലേപനത്തിന് ഒരുക്കും, വിശുദ്ധ വിവാഹത്തിന് ഒരുക്കും, അതിന് പ്രീക്കാന കോഴ്സൊക്കെ കൂടണം, നമസ്കാരങ്ങൾ പഠിച്ച് കേൾപ്പിക്കണം, കുമ്പസാരിക്കണം. ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കൂടി. അപ്പം ഇത് പുറമേ നമ്മൾ ചെയ്യാൻ പറ്റും, ഉള്ളറിയാൻ പറ്റൂല. ഒരാൾക്ക് ഉള്ളറിയാൻ പറ്റില്ല. അപ്പം അതാണ് വസ്ത്രധാരണമൊക്കെ ശ്രദ്ധിക്കണം. വസ്ത്രധാരണം, ട്രൗസർ ഉടുത്ത് വരാൻ പാടില്ല കുർബാനയ്ക്ക്. ആണും പെണ്ണും ഫുൾ വസ്ത്രം ധരിച്ച് വരണം. പുരുഷന്മാര് ഫുൾ വസ്ത്രം ധരിക്കണം, തൊപ്പി പോലും വെക്കാൻ പാടില്ല. അത് 1 കൊരിന്തോസ് 11:4 പറയുന്നുണ്ട്. 1 കൊരിന്തോസ് 11:5 പറയുന്നത് സ്ത്രീകൾ ശിരസ് കവർ ചെയ്യണം. പ്രാർത്ഥിക്കുന്ന സ്ത്രീ ശിരസ് കവർ ചെയ്യണം, ശിരോവസ്ത്രം ധരിക്കണമെന്നുണ്ട്. അപ്പം അതൊരു സഭയുടെ ഒരു രീതിയാണ്. അതിൽ സഭ മാറ്റം വരുത്തിയിട്ടില്ല. നിങ്ങൾ ഇഷ്ടം പോലെ വന്നോളൂ എന്ന് സഭ പറഞ്ഞോ, അപ്പം നമ്മളാണ് മാറ്റുന്നത്. അപ്പം ഈ ഒരു കൂദാശയുടെ ഒരു ഓപ്പൺനെസ് നമ്മൾ കാണിക്കണം. ഭാരപ്പെട്ട് ചെയ്യാനുള്ളതല്ല, എനിക്കിപ്പോൾ ഇങ്ങനെ വരാൻ പറ്റൂ, വേണമെങ്കിൽ തന്നാൽ മതി, അങ്ങനെയല്ല. നമ്മൾ ഭാരപ്പെട്ട് ചെയ്യാൻ പാടില്ല. ഇതാണ് സഭയുടെ രീതി. ഇപ്പോൾ കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട് 5 കാര്യങ്ങളിൽ പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കണം, പാപങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കണം, മേലിൽ പാപം ചെയ്യുന്ന പ്രതിജ്ഞ എടുക്കണം, മാരക പാപങ്ങളെങ്കിലും വൈദികനെ അറിയിക്കണം, വൈദികൻ കൽപ്പിക്കുന്ന പ്രാർത്ഥന ചൊല്ലണം. അപ്പം ഇങ്ങനെ 5 കാര്യങ്ങളുണ്ട്. അതിന് ഒന്ന് കാച്ചിക്കുറുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അനുതാപവും വേണം, നമുക്കൊരു തീരുമാനവും വേണം. ഇത് രണ്ടുമില്ലാത്ത കുമ്പസാരം വാലിഡല്ല. നമ്മളിപ്പോൾ സോറി പറഞ്ഞു, പക്ഷേ പാപം ഉപേക്ഷിച്ചിട്ടില്ല. ഇതുവരെ ചെയ്തതിന്, അതായത് ഒരു അവിഹിതം തുടർന്നുകൊണ്ട് പോവുകയാണ്, അവിഹിതം ഉപേക്ഷിച്ചിട്ടില്ല, കുമ്പസാരിച്ചു, നാളെ അവിഹിതം തുടരും, പാപമോചനം കിട്ടില്ല. ലിവിങ് ടുഗദർ, ഇപ്പം ഇവിടെ വന്ന് റൂമിൽ താമസിച്ചു, 2 പേരും കൂടി വന്ന് താമസിച്ചു, കുമ്പസാരിച്ചു, ലിവിങ് ടുഗദർ ആണെന്ന് പറഞ്ഞു, പിന്നെ റൂമിലേക്ക് പോകുന്നു, ലിവിങ് ടുഗദർ തുടരുന്നു,
പാപമോചനമില്ല. ഇപ്പോൾ അന്യമതത്തിലേക്ക് പോയി വിവാഹം കഴിച്ച്, അപ്പോൾ പിന്നെ കൂദാശ വിലക്കാണ്. ഒരു പള്ളിയിൽ അന്യമതത്തിനെ കല്യാണം കഴിച്ച പെങ്കൊച്ച വന്ന് കുർബാന ചെയ്തു. നാട്ടുകാർ മൊത്തം പോയി അച്ഛനോട് പറയുന്നേ അവൾ അങ്ങനെ ചെയ്തവളാണ്, അപ്പോൾ വിലക്കാണത്. ഇനി ആ പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ കുമ്പസാരിച്ചാൽ തീരൂല, അത് കത്തോലിക്ക വിവാഹം തന്നെ നടത്തണം. അപ്പം ഇങ്ങനെയുള്ള ചിട്ടകളുണ്ട്. അത് കൂദാശയുടെ ഇങ്ങനെ ഒരു നിബന്ധനകൾ വെച്ചിരിക്കുന്നത് കത്തോലിക്ക സഭ കുത്തഴിഞ്ഞ പോലെ പോകാൻ വേണ്ടിയിട്ടല്ല. ഇനി പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് 3 കാര്യങ്ങളുണ്ട്. വേണ്ടത്ര ഒരുക്കവും ഭക്തിയും, 1 മണിക്കൂർ ഉപവാസം, പ്രസാദപരവസ്ഥയിലായിരിക്കണം. പ്രസാദപരവസ്ഥ എങ്ങനെ കിട്ടുന്ന? കുമ്പസാരിച്ചാലേ കിട്ടുള്ളൂ. പ്രസാദപരം, സാക്രമെന്റൽ ഗ്രേസ്, അതാണ്. സാക്രമെന്റൽ ഗ്രേസ് ഇല്ലാതെ യൂദാസ് സ്വീകരിച്ചുകൊണ്ടാകും. കാരണം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്ന കാര്യം 12, 14, 15, 16 12 പേരിൽ ഒരുവനായി യൂദാസ് കറിയോത്ത പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചോദിച്ചു, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? അവർ അവന് 30 വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു. അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവസരം അന്വേഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഇപ്പൊ വരാം, ഈശോയെ ഇപ്പൊ വരാം, നമ്പർ 1 ഇപ്പൊ വരാം. അങ്ങനെ പുറത്തേക്കിറങ്ങിയവൻ പോയിട്ട് 30 വെള്ളി നാണയത്തിന്റെ കരാറ് ചെയ്തിട്ട് വന്ന് അപ്പക്കഷണം സ്വീകരിച്ചു. എങ്ങനെയുണ്ടാവും? അതാണ് പാപം ചെയ്തിട്ട് വന്നിട്ട് കുർബാന സ്വീകരിക്കുന്നു. അത് കർത്താവ് കാണും, ഉള്ളറിയുന്നവൻ കർത്താവ്, മനസ്സറിയുന്നവൻ കർത്താവ്. കർത്താവിനെ പറ്റിക്കാൻ പറ്റില്ല. കർത്താവിന് അനുഗ്രഹം ഉണ്ട്, പക്ഷെ നമുക്കത് വന്ന് ഫലവത്താകിയല്ല. കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുന്നത് പോലെയായിപ്പോ. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പലരും കുർബാന സ്വീകരിക്കാൻ ദുരഭിമാനത്തിന്റെ പേരില്ല. ഞാൻ തീർത്ഥാടനത്തിന് വന്നു, ഞാൻ പള്ളിയിലെ വലിയ ആളാണ്, ഞാനിപ്പോൾ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ ആളുകൾ എന്താ വിചാരിക്കും, ദൈവമേ ഞാൻ മഹാപാപിയാണെന്ന് വിചാരിച്ചാലോ എന്ന് കരുതി വന്ന് കുർബാന സ്വീകരിക്കും. അപ്പോൾ ദുരഭിമാനം. ഈശോയോടുള്ള സ്നേഹമല്ല അവിടെ. യൂദാസ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും സ്വീകരിച്ചത്. ഞാനിപ്പോൾ സ്വീകരിച്ച് ബാക്കി 11 പേര് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കാം സ്വീകരിച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കുറെ നെഗറ്റിവിറ്റി ഉണ്ടാകും. നമ്മളിപ്പോൾ ഒരു കുമ്പസാരം നടത്തി, ഒരു ചീത്ത പടം കണ്ടു, ആ പാപം നമ്മൾ കുമ്പസാരിച്ചു, ആ പാപം പോയി. പക്ഷേ ആ പാപചിന്ത പോയില്ല, കണ്ടത് പോയില്ല. ഇപ്പോൾ ഒരു അവിഹിതം നടത്തി, അവിഹിതം ആ സ്ഥലം മറന്നു പോവില്ല, ആ വ്യക്തിയെ മനസ്സിൽ നിന്ന് പോവില്ല. അതെന്ത് ചെയ്യും? അപ്പൊ ഇങ്ങനെ കിടക്കും, പാപത്തിന്റെ ഒരു ഹാങ് ഓവർ കിടന്ന് കളിക്കും. അത് പിന്നെയും പാപത്തിലേക്ക് നമ്മളെ വീഴ്ത്തും. ഹാങ് ഓവർ, നെഗറ്റിവിറ്റി. ഒറ്റിക്കൊടുത്താനുള്ള കരാർ ചെയ്തിട്ട് വന്നവനെ പിന്നെ എന്തരൂപിയാണ് അവനുള്ളത്? ഹാങ് ഓവർ. ഇനി നമ്മുടെ ഉള്ളിൽ അത് മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്. നമുക്ക് ബൈ ബർത്ത് ചിലപ്പോൾ ചില ഡിഫക്റ്റ് ഒക്കെ വരും. അത് ഫിസിക്കൽ ഡിഫക്റ്റിനെ കുറിച്ചല്ല, ഉള്ളിൽ തന്നെ രൂഢമൂലമായി കിടക്കുന്ന തിന്മയുടെ സ്വാധീനം, അത് മാതാപിതാക്കളിൽ നിന്ന് വരുന്ന അതങ്ങനെ കിടപ്പുണ്ടാവും. ഇനി മറ്റുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ സമ്പർക്കം ചെയ്യുമ്പോൾ, ഇപ്പോൾ കരാറ് ചെയ്തിട്ട് വന്നിരിക്കുകയല്ലേ യൂദാസ്, അപ്പം അവരിലുള്ള തിന്മയുടെ അരൂപി ഇനി ചില സാഹചര്യങ്ങളിൽ നിന്ന് വരും. ഇനി ചിലപ്പോൾ നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്, പൈസ കൊടുത്തിട്ടില്ല, കൂലി കൊടുത്തില്ല. അപ്പം കൂലി കിട്ടാത്തവൻ പോയിട്ട് വീട്ടിൽ പറയും, മറ്റുള്ളവരോട് പറയും, എനിക്ക് അവൻ കണ്ണിച്ചോറില്ലാത്തവൻ, ഞാൻ പണിയെടുത്തിട്ട് പണിക്കാശ് തന്നില്ല എന്ന് പറയും. അപ്പോൾ 10-20 പേര് അപ്പം തന്നെ ഇവനെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു 10-100 പേര് നമ്മുടെ മുന്നിലുണ്ടെങ്കിലോ നെഗറ്റീവായിട്ട് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നവർ, അതൊരു നെഗറ്റിവിറ്റി അല്ലേ? നമ്മൾ രക്ഷപ്പെടുമോ? ഇന്ന് പലരും വിദേശത്തൊക്കെ പോകാനും പല തടസ്സങ്ങൾക്കും ഇങ്ങനെ പെട്ടുകിടക്കുന്നത് അറിയാതെയുള്ള മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള നെഗറ്റിവിറ്റി കിടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഇതിങ്ങനെ കിടപ്പുണ്ട്. അപ്പൊ ദൈവിക ചിന്ത കൊണ്ട് നിറക്കണം. ഈ തള്ളിപ്പറഞ്ഞവൻ അവൻ പറഞ്ഞെന്താന്ന് പറയാ, അറിയില്ല, എനിക്ക് അവനെ അറിയില്ല. നിങ്ങൾക്ക് കുർബാനയുടെ വില അറിയില്ല. അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നിങ്ങൾക്കറിയില്ല, ഈശോയുടെ കുരിശ് മരണത്തിന്റെ വേദന അറിയില്ല, പരിശുദ്ധ കുർബാന എന്ന കൂദാശയുടെ വില അറിയില്ല. അതാ കുഴപ്പം. അല്ല, അറിയാമെങ്കിൽ ഇങ്ങനെ ബീച്ചിൽ പോകുന്ന അതേ ചിന്തയിൽ വരുമോ? ബീച്ചിൽ പോകുന്നത് പോലെ ചെയ്യേണ്ട കാര്യമാണോ കുർബാന?
പാസ്പോർട്ട് ഓഫീസിൽ എത്ര മാന്യമായിട്ട് ചെല്ലും, എത്ര മാന്യമായിട്ട് ചെല്ലും. വളരെ കാഷ്വൽ ഡ്രസ്, അങ്ങനെ ഒഫീഷ്യൽ ഡ്രസ്സായി. കാഷ്വൽ ഡ്രസ്, വീട്ടിലൊക്കെ ഇടുന്ന ഡ്രസ്സ്, പുറത്ത് നടക്കാൻ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ്, അതെങ്ങനെ ഒഫീഷ്യൽ ഡ്രസ്സായി, എങ്ങനെ ഒഫീഷ്യൽ ഡ്രസ്സായി? അപ്പം അതാണ്, നമുക്കറിയില്ല, നമുക്ക് വിലയറിയില്ല, ഇതിൻ്റെ വിലയറിയില്ല, ഈശോയെ അറിയില്ല. അതുകൊണ്ടാണ്. ഇനി മറ്റവൻ ഒറ്റിക്കൊടുത്തവന് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ അടയാളമായി ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുക. സ്നേഹം, ഈശോയോട് സ്നേഹം. നിനക്ക് ഈശോയോട് സ്നേഹമൊന്നുമില്ല, നിനക്ക് ജോലി മതി, നിനക്ക് കുഞ്ഞു മതി, നിനക്ക് കല്യാണം നടന്നാൽ മതി, നിനക്ക് അടബാധ്യത മാറിയാൽ മതി. അതുകൊണ്ട് നിനക്ക് ഈശോയോട് സ്നേഹമില്ലാത്തതുകൊണ്ട് നീ ദുരാചാരം ചെയ്യാൻ പോകും. കാരണം ഈശോ ജീവനുള്ള കർത്താവ് ഇങ്ങനെ മുന്നിൽ നിൽക്കേ നീ ദുരാചാരം ചെയ്യാൻ പോകും. ഈ ഹോളി വീക്കിൽ ചരട് കെട്ടാനും തൂവാല കെട്ടാനും പോയാൽ ഈശോയുടെ മരണത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ ആഴ്ച ഈശോ എങ്ങനെ സഹിക്കും? ചിന്തിക്കേണ്ട കാര്യമാണ്. ഈശോ എങ്ങനെ സഹിക്കും? മൊത്തത്തിൽ എല്ലാ സുവിശേഷം വായിക്കുമ്പോഴും യൂദാസിന് 14 ഹിന്റുകൾ കൊടുത്തിട്ടുണ്ട്. 14 ഹിന്റുകൾ. ഇന്നത്തെ സുവിശേഷത്തിൽ 8 ഹിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇല്ല, എല്ലാവരും ശുദ്ധിയുള്ളവരല്ല. ഒരാളെന്നെ എട്ടിക്കൊടുക്കും. ആര് കൈമുക്കുന്നുവോ? ഇനി ശിഷ്യന്മാർ യോഹന്നാൻ, കർത്താവേ ആരാണത്? അത് കേൾക്കുമ്പോൾ മനസ്സിലാണ്ട്. ഒറ്റിക്കൊടുക്കാതിരിക്കുന്നവന് തോന്നണില്ലല്ലോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അത് അങ്ങനെ നോക്കി എന്ന് പറയുന്നൊരു ഹിന്റുണ്ട്. അത് ഈശോ പത്രോസിനെ നോക്കിയതുപോലെയാണ്. ഈ ശിഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ കുറ്റം ചെയ്യാനിരിക്കുന്നവന് തോന്നുന്നില്ലല്ലോ. നമ്മൾക്ക് പലരും പറഞ്ഞു തരൂല. ചേട്ടൻ്റെ ഒരു കുറവുണ്ടെന്ന് ആരാ പറഞ്ഞു തരുന്നത്? മുഖത്ത് നോക്കി സംസാരിച്ച കൺപിളയുണ്ടെങ്കിൽ ചേട്ടൻ്റെ കണ്ണിൽ കൺപിളയുണ്ട്, സിസ്റ്ററിന്റെ കണ്ണിൽ കൺപിളയുണ്ട് എന്ന് പറഞ്ഞു തരില്ല. പറഞ്ഞു തരാത്തൊരു കാലമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഒന്ന് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ എന്തെങ്കിലും അരുതാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിശബ്ദരാകും. ആ നിശബ്ദതയും നോട്ടവും നമുക്കുള്ള പാഠമാണ്. അങ്ങനെ എത്ര ഹിന്റുകൾ കൊടുത്തു, ശിഷ്യന്മാർ കൊടുത്തു, ഈശോ കൊടുത്തു, എന്നിട്ടും അവന് മനസ്സിലായില്ല. ഈശോ ഇത് തിരിച്ചറിയാതിരുന്നതോ തിരിച്ചറിഞ്ഞിട്ടും തിരിച്ചറിയാത്തതുപോലെ അഭിനയിച്ചതോ, യൂദാസ് ഇസ്കറിയോത്ത് അഭിനയിച്ചതോ, അല്ലെങ്കിൽ അവനെ സാത്താൻ പിടികൂടി വെച്ചതോ? ഏതാവസ്ഥയാണ്? നമുക്കിപ്പോൾ പലരും പറ്റണില്ല, പിശാച് പിടിച്ച പോലെയായി. പിശാച് പിടിച്ചതുപോലെ ആകുന്ന അവസ്ഥയുണ്ട്. അല്ല, അപ്പോൾ അവന് സുബോധമുണ്ടായി. പന്നിക്കൂട്ടി കിടന്നവൻ എങ്ങനെ തിരിച്ചു വന്ന്? ആരെങ്കിലും പോയി വിളിച്ചിട്ടാണോ? ആരും വിളിച്ചിട്ടില്ല, തനിയെ വന്നതാ. അപ്പം പിശാചിന്റെ കരവലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയുണ്ട്. പക്ഷെ പിശാചിന്റെ കരവലയത്തിൽ തന്നെ കിടന്നു പോകാനും സാധ്യതയുണ്ട്. 2 തിമോത്തി 2:26. അതെന്താണെന്നറിയോ? പിശാച് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം ഒരു സാധ്യതയാണ്. പത്രോസ് രക്ഷപ്പെട്ടു, ഈശോയുടെ നോട്ടം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. പക്ഷേ യൂദാസ് ആ സമയത്ത് അവന് ഉപകാരപ്പെട്ടില്ല. അതൊന്നും ഹിന്റുകളൊന്നും ഉപകാരപ്പെട്ടില്ല. ഒരു ചോദ്യമാണ്, യൂദാസ് ഇസ്കറിയോത്ത് പശ്ചാത്തപിച്ചു എന്നുള്ളവരെന്ന് കരമുയർത്താവോ? യൂദാസ് ഇസ്കറിയോത്ത് പശ്ചാത്തപിച്ചു എന്നുള്ളവരെന്ന് കരമുയർത്താവോ? അല്ലെങ്കിൽ പശ്ചാത്തപിച്ചിട്ടില്ല എന്നുള്ളവരെന്ന് കരമുയർത്താവോ? യൂദാസ് ഇസ്കറിയോത്ത് പശ്ചാത്തപിച്ചിട്ടില്ല എന്നുള്ള ആർക്കെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായമുണ്ടോ? ബൈബിളിലും യൂദാസ് ഇസ്കറിയോത്ത് പശ്ചാത്തപിച്ചു എന്നാണ് പറയുക. അത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായമാണ്, 3-ാം വാക്യം. അവന് ഒറ്റിക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അവർ അവനോട് ചോദിച്ചു, അതിന് ഞങ്ങൾക്കെന്ത്? അത് നിന്റെ കാര്യമാണ്. വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു. പശ്ചാത്തപിച്ചു, പക്ഷെ സമയം പോയി. ഈ ദുഃഖ ആഴ്ചയെങ്കിലും അനുതപിച്ചില്ല എങ്കിൽ ചാൻസ് ഉണ്ടാകിയല്ല. പിന്നെ ചാൻസ് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തിന്മയുടെ ആധിപത്യം വരാതിരിക്കാൻ, ലൂക്കായുടെ സുവിശേഷം 22-53-ാം വാക്യം, തിന്മയുടെ ആധിപത്യം, യൂദാസിന്റെ മേലെ തിന്മയുടെ മേൽക്കോയ്മ, ഒരു കൃപ പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത വിധത്തിൽ തിന്മയുടെ ആധിപത്യം. അങ്ങനെയാണെങ്കിൽ പെട്ടു. അപ്പൊ തിന്മയെ എന്റർടൈൻ ചെയ്യുന്നത് ആരാ? നമ്മളോ?
ഈശോയുടെ സിലബസിൽ മദ്യപാനം ഇല്ലല്ലോ. ഈശോയുടെ സിലബസിൽ, ഈശോയുടെ സ്കൂളിൽ അംഗങ്ങളായിട്ട് പഠിക്കുന്ന നമുക്ക് ഈശോയുടെ സിലബസിൽ മദ്യപാനം നമ്മുടെ സിലബസ് അല്ലല്ലോ, വ്യഭിചാരം നമ്മുടെ സിലബസ് അല്ലല്ലോ. അവ പിന്നെ ആ സിലബസ് ഒക്കെ എങ്ങനെ കയറി വന്നു? സാത്താന്റെ സിലബസ്, സാത്താന്റെ സിലബസ് ആര് പറഞ്ഞു? സാത്താന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. സാത്താന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തത് കൊണ്ടല്ലേ നിനക്ക് ഈശോയുടെ ക്ലാസിന്റെ ഫലം കിട്ടാത്തത്. നാളെ ഈശോയുടെ ക്ലാസ്സിലെ പരീക്ഷയാണെന്ന് കരുതുക. ഇന്ന് സാത്താന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, നാളത്തെ പരീക്ഷ പാസ്സാവോ? ഇല്ലേ. ഇന്ന് ഏത് വിഷയം എടുത്തേ? നാളെ ബയോളജി, ഇന്ന് കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരുന്നാൽ നാളത്തെ വിഷയം പഠിക്കണ്ടേ? നാളെ എന്താ? കർത്താവിന് മുമ്പിൽ നിൽക്കണ്ടേ? കർത്താവിന് മുമ്പിൽ നിൽക്കാൻ കർത്താവിന്റെ സിലബസ് ഫോളോ ചെയ്യണ്ടേ? നമ്മുടെ സിലബസ് എന്താ? കൗദാശിക ജീവിതം, വചനാധിഷ്ഠിത ജീവിതം, പ്രാർത്ഥന ജീവിതം. ഇതാണ് നമ്മുടെ സിലബസ്. അപ്പോൾ ദൈവം നമുക്ക് അവസരങ്ങളൊക്കെ തരുന്നുണ്ട്, നമുക്കത് പ്രയോജനപ്പെടുത്തേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. വെറുതെ നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുള്ള അനുഗ്രഹങ്ങളാണ്. ഞാൻ അല്പം ശ്രദ്ധിച്ചതേ ഉള്ളൂ, എനിക്ക് അവളെ ലഭിച്ചു എന്ന് ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ചൂടെ? വിശ്വാസ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിച്ചൂടെ? ലോകാരൂപിയിൽ ജീവിക്കാതെ ഒരു കത്തോലിക്ക വിശ്വാസിക്ക് ചേർന്ന വിധത്തിൽ ജീവിക്കണ്ടേ? വില കൊടുക്കുക, ദൈവത്തിന് വില കൊടുക്കുക, യോഗ്യതയോടെ സ്വീകരിക്കും. നിന്റെ കുർബാന നീ പൂർണ്ണമായിട്ട് 100% വൃത്തിയാകണമെന്ന് ആരും പറയുന്നില്ല. 100% വൃത്തിയാകാൻ ചില പറ്റിയല്ല, ഇല്ലേ? പഠനം പോലും 100% പഠിക്കാൻ പറ്റിയല്ല. എത്ര കുളിച്ചാലും വൃത്തിയാകണമെന്നില്ല. പക്ഷെ പരിപൂർണം ദൈവം മാത്രമാണ്. ആ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിന് മുമ്പിൽ അല്പമെങ്കിലും വൃത്തിയായിട്ട് വന്നുകൂടെ? നമുക്ക് തന്നെ തോന്നുന്ന വിധത്തിൽ കുറച്ചുകൂടി സ്നേഹത്തോടെ, കുറച്ചുകൂടി ഈശോയുടെ ഈ വലിയ രഹസ്യത്തെ അറിയാവുന്ന വിധത്തിൽ ഒന്ന് വന്നുകൂടെ? നമുക്ക് പ്രത്യേകം അതിനുവേണ്ടി പരിശ്രമിക്കാം. ഈസ്റ്റർ സമ്മാനം വെച്ചിട്ടുണ്ട്, ഇനി ഒരുക്കി വെച്ചിരിക്കാം. നിനക്ക് തരും, നീ ഒന്ന് ശ്രദ്ധിച്ചാൽ നിനക്കത് കിട്ടും. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ചോര ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാൻ. ചോര ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാൻ. ഉത്തിതനായതും അപ്പമായി തീർന്നതും ഞാൻ നിന്നിലെന്നെന്നും വാഴാൻ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിൻ്റെ മാറിൽ പാപിയെ പോലെ പിടഞ്ഞവനെ, ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. പരിശുദ്ധമ്മേ, ഞങ്ങളൊന്ന് പഠിപ്പിക്കണമേ. അമ്മയുടെ അത്ര യോഗ്യത ചിലപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല, പക്ഷെ അമ്മയെപ്പോലെ യോഗ്യതയുള്ളവരായി കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങളെയും ഒന്ന് സഹായിക്കണമേ. ആമേൻ.